പച്ചപ്പ് തേടി അലയുന്നവർ ഈ കാഴ്ചയൊന്ന് കാണണം. നഗരത്തിൽ നിന്നും തൊട്ടടുത്ത് നഗരപരിധിയിൽ ചെലാനം പഞ്ചായത്തിന്റെ വടക്കേ അറ്റത്തെ കുതിരക്കൂർക്കരിയാണ് നാം ഈ കാണുന്നത്. ജലസമൃദ്ധവും പച്ചയാൽ സമൃദ്ധവുമായ ഹരിതമനോഹരമായ ഭൂമി. നിറമനസ്സോടെ കണ്ടൽക്കാടുകളുടെ ഈ കൂടാരത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കണ്ടലുകൾ ഭൂമിയുടെ സമൃദ്ധിയിലും ഭൂമിയുടെ വൃത്തിക്ഷയം സംഭവിക്കുമ്പോൾ സംരക്ഷിക്കുവാനും എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന കണ്ടൽ വേരുകൾ, കണ്ടൽ തളിരുകൾ, കണ്ടൽ ഇലകൾ. പ്രകൃതിയിൽ മനുഷ്യജീവനെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന അനേകം സൂക്ഷ്മാണു ജീവികൾക്ക് പ്രജനനത്തിനും വളർച്ചയ്ക്കും സഹായമാകുന്നതും ഈ കണ്ടൽ ചെടികളുടെ തണുപ്പാണ്. കുതിരക്കൂർക്കരിയിൽ ഇത്തരത്തിലുള്ള 10,000-കണക്കിന് കണ്ടലുകളാണ് ഉള്ളത്. ചെറുതും വലുതും നാം ഇതുവരെ കണ്ടിട്ടില്ലാത്തതും അപൂർവ ഇനങ്ങളിൽപ്പെട്ടതുമായ 100-കണക്കിന് കണ്ടൽ വൈവിധ്യങ്ങളും കുതിരക്കൂർക്കരിക്ക് സ്വന്തമാണ്. കുതിരക്കൂർക്കരിയിലെ ജനങ്ങളുടെ നിറമനസ്സുപോലെ കണ്ടൽക്കാടും അവരുടെ ആത്മാഭിമാനത്തിന് പ്രതീകമായി നിലകൊള്ളുന്നു. മത്സ്യങ്ങൾ കൂട്ടമായി പ്രജനനത്തിനെത്തുന്നതും മുട്ടയിടുന്നതും ഇത്തരം കണ്ടൽച്ചെടികളുടെ അടിയിലാണ്. നല്ല തണുപ്പ് ലഭിക്കും എന്നതുൾപ്പെടെയുള്ള നിരവധി സഹായങ്ങളും മത്സ്യങ്ങൾക്കും ചെറുജീവികൾക്കും കണ്ടൽച്ചെടികൾ നൽകുന്നു. ഭൂമിയിലുണ്ടാകുന്ന വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും കടൽക്ഷോഭത്തിനും എല്ലാം ശാശ്വതമായ ഒരു പരിഹാരം എന്ന രീതിയിൽ മുൻകാലങ്ങളിൽ കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ച് വളർത്തിയിരുന്നു. എന്നാൽ ഇടക്കാലത്ത് കണ്ടൽ ചെടികൾ നടുന്നത് ഒരു അധികപ്പറ്റായി ആൾക്കാർ കണ്ടു. അതിനു പകരമാണ് തീരമേഖലയിൽ പാറകൾ കൊണ്ടുള്ള കൂറ്റൻ കരിങ്കൽ ഭിത്തികൾ നിർമ്മാണം ആരംഭിച്ചത്. ശാസ്ത്രീയതയ്ക്ക് ബദലായി പ്രകൃതി തന്നെ കനിഞ്ഞനുഗ്രഹിച്ച കണ്ടലുകളാണ് യഥാർത്ഥത്തിൽ പ്രകൃതിയെ കടലിന്റെ ചൂഷണത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള ഏകമാർഗമെന്ന് വർഷങ്ങൾ കൊണ്ട് തന്നെ പരിസ്ഥിതി പ്രവർത്തകർ ഒന്നാകെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. കണ്ടലിന്റെ നിറഭൂമിയിലേക്ക് നിറമനസ്സോടെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് കരിനിവാസികൾ. പ്രകൃതിക്കും മനുഷ്യരും അപൂർവമായ ഒരു സമ്പത്ത് തന്നെയാണ് കണ്ടൽ ചെടി. ഇതൊരു കണ്ടൽ ചെടിയുടെ തൈയാണ്. ഇത്തരം അനേകം വിത്തുകളും തൈകളും നമുക്ക് ഈ മേഖലയിൽ കാണുവാൻ കഴിയും. മഹാമാരി വിതയ്ക്കുന്ന സുനാമിയെ പോലും തടുത്തു നിർത്തുവാൻ കെൽപ്പുള്ളതാണ് കണ്ടലിൻ്റെ വേരും കണ്ടലിൻ്റെ ബലവും. വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ കണ്ടൽ ചെടി മറ്റെല്ലാ സസ്യങ്ങളെ പോലെ തന്നെയും വളരെ മുന്നിലാണ്. തീർച്ചയായും കണ്ടൽ മനുഷ്യന് കിട്ടിയ ഒരു അനുഗ്രഹം തന്നെയാണ്.